സൗദിയിലെ ജിദ്ദക്കടുത്ത് അസ്ഫാനിൽ സ്ഥിതി ചെയ്യുന്ന തഫ്ല കിണറിന് ഏറെ പ്രാധാന്യമുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ടതാണ് ആ സവിശേഷത. നിരവധി തീർത്ഥാടകർ ഇവിടം സന്ദർശിക്കാറുണ്ട്. സൗദി പുരാവസ്തു വിഭാഗത്തിന്റെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ ഈ കിണർ. ബിയറു തഫ്ല അഥവാ തഫ്ല കിണർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കിണറിന് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ജിദ്ദ നഗരത്തിൽ നിന്നും ഏതാണ്ട് 25 കിലോമീറ്റർ അകലെ അസ്ഫാൻ എന്ന സ്ഥലത്താണ് ഈ കിണർ ഉള്ളത്. മക്കയിൽ നിന്ന് 55 കിലോമീറ്റർ വടക്കും മദീനയിൽ നിന്ന് 345 കിലോമീറ്റർ തെക്കുമാണ് ഈ പ്രദേശമുള്ളത്. പ്രവാചകൻ മുഹമ്മദ് നബി തീർത്ഥാടനത്തിനായി മദീനയിൽ നിന്നും മക്കയിലേക്ക് പോകുന്ന വഴിയിൽ അസ്ഫാനിലെത്തുകയും ഈ കിണറിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തതായാണ് ചരിത്രം. മുഹമ്മദ് നബിയുടെ ഉമിനീർ കലർന്ന വെള്ളമായതുകൊണ്ടാണ് കിണറിന് തഫ്ല കിണർ എന്ന പേര് വീണത്. അസ്ഫാൻ എന്ന സ്ഥലത്തെ ഈ കിണർ ആദ്യകാലത്ത് ഇതിലെ കിണറിലെ വെള്ളം കുടിക്കാൻ അനുയോജ്യം അല്ലായിരുന്നു. ആ സമയത്ത് ഈ പ്രദേശത്തെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരം പറയുകയും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമാക്കപ്പെട്ട ഉമിനീർ കലർന്നതിന് ശേഷം ഈ വെള്ളം കുടിക്കാൻ യോഗ്യമാകുകയും ചെയ്തു എന്നാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അസ്ഫാന്റെ മധ്യത്തിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് കൃഷിത്തോട്ടത്തിനടുത്താണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. വിശ്വാസികളിൽ പലരും ഇവിടെ എത്തി കിണറിൽ നിന്ന് വെള്ളം ശേഖരിക്കാറുണ്ട്. തഫ്ല കിണറിന് സമീപത്ത് തന്നെ ബിയറു ഉമ്മു ദർജ എന്ന വിശാലമായ മറ്റൊരു കിണറും കാണാം. വലിയ വൃത്താകൃതിയിലുള്ള ഇതിലേക്കിറങ്ങാൻ കല്ലുകൾ കൊണ്ടുള്ള പടികൾ നിർമ്മിച്ചിട്ടുണ്ട്. സമീപകാലത്ത് സൗദി പുരാവസ്തു വിഭാഗം തഫ്ല കിണറും അനുബന്ധ സ്ഥലങ്ങളും ഏറ്റെടുത്ത് സംരക്ഷിച്ചു വരുന്നുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഈ കിണറും അനുബന്ധ കാര്യങ്ങളും സന്ദർശിക്കാൻ നിരവധി തീർത്ഥാടകരാണ് എത്തുന്നത്. ഒസ്ഫാനിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.